Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. എല്ലാവരും ഇല്ലല്ലോ, എല്ലാവരും എത്തിയില്ലല്ലോ. Good morning, good morning. നമ്മൾ ഇന്നലെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? ലൈസൻസ് വരെയാണ് നമ്മൾ എടുത്തത്. എടുത്തതൊക്കെ നന്നായി വായിച്ചു നോക്കിയപ്പോ കുറച്ചുകൂടിയൊക്കെ ക്ലിയർ ആയില്ലേ? നമ്മളെ കൂടി സ്വന്തമായിട്ട് വായിച്ചു നോക്കണം. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ച് അന്നേരം ഓക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഉപകരിക്കും. പിന്നീട് നമുക്ക് അതൊക്കെ ഓർമ്മയിലിരിക്കും. അതേസമയം പഠിക്കണമെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കണമെങ്കിൽ അത് വേറെ സ്റ്റൈലാണ്. ബിക്കോസ് അത് നിങ്ങൾ അങ്ങനെ നമ്മൾ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ഇങ്ങനെ വായിച്ചു നോക്കണം. എന്നാൽ അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓർമ്മയിലിരിക്കും. മറ്റേ കാര്യമൊക്കെ മനസ്സിലായി. ലൈസൻസ് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങള്, അതിന്റെ ലൈസൻസ് ഇമ്പോർട്ടന്റ് ആണ്, മാൻഡേറ്ററി ആണ്, പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗികമായിട്ട് എന്താ പറയാ ഡ്രഗ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് ലൈസൻസ് നമുക്ക് കിട്ടിയിരിക്കണം. അത് എന്താ പറയാ രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റസ് അനുസരിച്ചാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറിക് ഡ്രഗ്സിനും പേറ്റന്റ് ഡ്രഗ്സിനും ആ രീതിയിലാണ്. ഡ്രഗ് ലൈസൻസിനകത്ത് അതിന്റെ പ്രോഡക്റ്റിന്റെ പേരുണ്ടായിരിക്കണം. ആ പേറ്റന്റ് ഡ്രഗ് ആണെങ്കിലും ജനറിക് ആണെങ്കിലും അതിന്റെ പേരുകൾ ഉണ്ടായിരിക്കണം. അതിന്റെ കമ്പോസിഷൻ എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതൊക്കെ അതിന്റെ പാക്കറ്റിൽ ഇംപ്രിന്റ് ചെയ്തിരിക്കണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചത്. അപ്പൊ അങ്ങനെ പഠിക്കണം. അത് മനസ്സിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത് വായിച്ചു നോക്കണം. ക്ലാസ്സിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സോ ക്ലാസ് കഴിഞ്ഞു നമ്മൾ ലീവേക്ക് പോകുന്നു. സമയം കിട്ടുമ്പോൾ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രഗ് ലൈസൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമ്മൾ പറഞ്ഞു നമ്മളുടെ എന്താ പറയാ ഒരു ഏതെങ്കിലും ഒക്കെ ഡ്രഗ്സ് ഓർ ഫാർമസ്യൂട്ടിക്കൽസ് അത് മാനുഫാക്ചർ ചെയ്യാൻ അതിന്റെ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷന് 2 അപ്രൂവൽസ് അല്ലെ, പ്രധാനമായിട്ടും 2 അപ്രൂവൽസ് മാൻഡേറ്ററി ആണ്, ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു. അതിലൊന്ന് നമ്മുടെ ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ DL ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്ന് പറയും. മറ്റൊന്ന് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP എന്ന് പറയും കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ ഡ്രഗ് ലൈസൻസ് പറഞ്ഞു. അടുത്തത് GMP ആണ്. യെസ്, എന്താ നോക്കാം. GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്നാണ് അതിനെ മറ്റൊരു രീതിയിൽ പറയും. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്നും പറയും. സാധാരണ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സ്മോൾ ലെറ്റർ C കൂടി അതിന്റെ മുമ്പിൽ കിടക്കും. ആ GMPയുടെ തൊട്ട് മുന്നിൽ ഒരു C സ്മോൾ ലെറ്റർ ഉണ്ട്. അങ്ങനെയും അത് എന്താ പറയാ മെൻഷൻ ചെയ്യാറുണ്ട്.
ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഫോർ എൻഷുറിംഗ് ദാറ്റ് ദ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് കൺട്രോൾഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഡ്രഗ് ലൈസൻസ് എന്തായിരുന്നു? രണ്ടും ഒന്നല്ല കേട്ടോ, രണ്ട് സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ലൈസൻസും രണ്ടിന്റേതായ പ്രത്യേകതകളുണ്ട്. ഡ്രഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാനും അത് സെയിലും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യാനുള്ള ഒരു അനുമതി, അതിനു വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ആണ് ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ DL എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് അതായത് നമ്മുടെ GMP എന്ന് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ടു എൻഷുർ, ഉറപ്പുവരുത്തലാണ്. ഇങ്ങനെ നമ്മൾ എന്താ പറയുക കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഡ്രഗ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ഒരു പ്രാവശ്യം ഉത്പാദിപ്പിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം ഉത്പാദിപ്പിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു വേണമെങ്കിൽ ഉത്പാദിപ്പിക്കാം. വാതിൽ കൊണ്ട് ഓക്കെ. സൗണ്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും സൗണ്ട് മതിയോ? ഇൻഫർമേഷനോട് ഇത്തിരി സൗണ്ട് കുറയ്ക്കാൻ, വേറെ ക്ലാസ്സിൽ എന്റെ സൗണ്ട് കയറി പോകുന്നത്. ഓക്കെ, സൗണ്ട് ഇത്തിരി കൂടുതൽ എടുത്തിട്ട് എനിക്ക് ഒരു എന്താ പറയാ സൗണ്ട് കുറവാണെന്നൊരു തോന്നല്, ഇത്തിരി ത്രോട്ട് പ്രോബ്ലം, എന്താ പറയാ ഒരു കോൾഡൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ സ്വയം അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ട്രെങ്ത് എടുത്തിട്ട് ഇച്ചിരി സൗണ്ട് കൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സൗണ്ടിൽ ഇനി പറയുള്ളൂ. അപ്പൊ അതൊന്ന് ടീച്ചേഴ്സ് എന്നോട് പിള്ളേര് പറയുന്നത് അവരുടെ ക്ലാസ്സിലേക്ക് എന്റെ സൗണ്ട് ആയിരിക്കണം, അവരുടെ ടീച്ചറിന്റെ സൗണ്ട് കേൾക്കണം, അത്രയും സൗണ്ട് കൂടുതൽ വളരെ. ഓക്കെ, അപ്പൊ എന്താ പറയാ ഏതെങ്കിലും അപ്പൊ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി, ആ മാർക്കറ്റിൽ അത് എന്താ പറയാ പച്ച പിടിക്കാന്ന് പറയില്ലേ, അല്ലെങ്കിൽ അത് എന്താ പറയാ എല്ലാവരും ഡിമാൻഡ് എന്ന ഒരു ഐറ്റമായിട്ട് മാറി കഴിയുമ്പോ എന്താ പ്രത്യേകത? ഒബ്വിയസ്ലി നമ്മളുടെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊഡ്യൂസർ ഇച്ചിരിയൊക്കെ ക്വാളിറ്റിയിൽ കുറച്ച് താഴ്ത്തിയിട്ട് കൊണ്ടുവരാൻ അവർക്ക് നോക്കുന്നത്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ചെലവുണ്ട് അല്ലെ, കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ എന്ത് വസ്തു നമ്മൾ എന്താ പറയാ ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അയ്യോ ഇത്രയും കാശ് ഉള്ളതില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ അതിന് ചീപ്പറായിരിക്കും മറ്റേതിനേക്കാളും അല്ലെ, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ഇവിടെയും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുന്നുകൾ ഉത്പാദിപ്പിക്കുമ്പോൾ പക്ഷെ അത് പാടില്ല. അപ്പൊ അത് എൻഷുർ ചെയ്യാനുള്ള അപ്രൂവലാണ്. എന്താണ്? ഇതൊരു സിസ്റ്റമാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായി ഉത്പാദിപ്പിക്കുന്ന ഓരോ ഡ്രഗും ഓരോ ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസും അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ കൺട്രോളും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ആ കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം, അത് ഒരു ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സമ്പ്രദായം, അതിനെയാണ് നമ്മൾ GMP എന്ന് വിളിക്കുക. അപ്പൊ ഡ്രഗ് ലൈസൻസ് കൊടുക്കുന്നതും GMP അപ്രൂവൽ കൊടുക്കുന്നതും രണ്ടൊന്നല്ല, മനസ്സിലായി? അപ്പൊ GMP സർട്ടിഫൈഡ് എന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു സീൽ പതിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഏറ്റവും ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിറക്കിയ പ്രോഡക്റ്റ് അതിൽ നിന്നും ക്വാളിറ്റിയിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് നിലവാരത്തിലൊന്നും ഒട്ടും തന്നെ താഴെ പോകാതെ സെയിം ക്വാളിറ്റിയിൽ ആണ് നിലവാരത്തിൽ തന്നെയാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സമ്പ്രദായം. അത് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഓക്കെയാണ് എങ്കിൽ പച്ച സീലാണ് കൊടുക്കുന്നത് കണ്ടല്ലോ, അത് അടിച്ച് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് ഒരു രണ്ടാമതൊരു അപ്രൂവലും ആർക്ക് കിട്ടേണ്ടത്, നമ്മളുടെ ഈ പറയുന്ന ഡ്രഗ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കിട്ടേണ്ട അപ്രൂവല്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണ് ഒരു സിസ്റ്റം എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. സോ ഇതെന്തിനു വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഡ്രഗ് ലൈസൻസ് കൊടുത്തു. ഒന്നാമത്തെ കാര്യം ആ ലൈസൻസ് കിട്ടുക, ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടി. സോ ഉത്പാദിപ്പിച്ചോ, എങ്ങനെ വേണമെങ്കിലും ഉത്പാദിപ്പിച്ചോ, അങ്ങനെയല്ലല്ലോ.
ഇത് നമുക്കറിയാം രോഗികൾക്ക് വേണ്ടി കൊടുക്കേണ്ടതാണ്. ഒത്തിരി അപകടങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ത് സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ആ ഫൈനൽ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ്, എന്തെങ്കിലും സംഭവിച്ചു അല്ലെ, അതിന്റെ ഉള്ളിൽ ഭയങ്കര അപകടങ്ങളുണ്ട്. അപ്പൊ അത്തരം അപകട സാധ്യതകളെയൊക്കെ ഏറ്റവും പരമാവധി മാക്സിമം അതിനെ മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? കാരണം നമ്മളിപ്പോ ഒരു മരുന്ന് ഉത്പാദിപ്പിച്ചു, ഓക്കെ, അത് ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ് കിട്ടിയ ആളത് ഉത്പാദിപ്പിച്ചു. പക്ഷെ അത് കുറച്ച് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഇത്രയും കോസ്റ്റിന് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് നമ്മളുടേതായ കുറെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആള് ഇതേ സാധനം ആ കമ്പനിക്കാർ തന്നെ വീണ്ടും കുറച്ച് ലോ കോസ്റ്റില് കുറച്ച് പൈസ കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയിലോ മറ്റു കാര്യങ്ങളോ കുറച്ച് കുറവുകൾ വരുത്തി അത് ഉത്പാദിപ്പിച്ചെടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ചുകൂടി പൈസ കുറച്ച് ആളുകൾക്ക് കൊടുക്കാം എന്നുള്ളതും മാത്രമല്ല ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതും അവിടെ ചിലപ്പോൾ വരും. അങ്ങനെയും ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വരുന്നതിന്റെ കാര്യത്തിൽ പക്ഷേ മറ്റേത് പ്രോഡക്ട്സ് നോക്കിയേ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യത്തില് ഇത് ഒരു കോംപ്രമൈസും ഇല്ല. അതിന്റെ പിറകിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം അപകടങ്ങളെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് GMP, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായാൽ മാത്രമാണ് മാനുഫാക്ചറർ ക്യാൻ പ്രൊഡ്യൂസ്, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സേഫ് ആയിട്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ട് സെന്റൻസേ ഉള്ളൂ അതിനകത്ത്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, ആ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്നുള്ളതിന്റെ എന്താ പറയാ കൂടെ ഒരു ഒരു ലെറ്റർ കൂടി അവിടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഗുഡ് മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റിന്റെ എന്താ പറയാ അബ്രിവേറ്റഡ് ഫോം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം പഠിക്കണം, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ആൻഡ് ഓൾസോ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഈസ് എ സിസ്റ്റം for ensuring, അതുകൊണ്ട് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് എ സിസ്റ്റം എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കരുത്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ GMP is a system for ensuring that products are consistently produced and controlled according to quality standards എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ എന്തിനാണ്, ഇതെന്താണ് ഇതിന്റെ ലക്ഷ്യം, ഇങ്ങനെ ഒരു GMP പ്രാക്ടീസ് അല്ലെങ്കിൽ GMP എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കിട്ടേണ്ടതിന്റെ ആവശ്യം എന്താണെന്നുള്ളതും അടുത്ത സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഇറ്റ് ഈസ് GMP is created to minimize the potential danger involved in any pharmaceutical production. അത്ര മതി. ആ പ്രൊഡക്ഷനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് എന്ന് പറയുന്ന ഒരു കമ്പൈനർ വെച്ചിട്ട് അതിന്റെ ആവശ്യമില്ല, നമുക്ക് അത്രയും മതി. അപ്പൊ GMP എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനൊരു സിസ്റ്റം നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്ക് അതിന്റെ പിറകിൽ അത്തരം ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുടെ ഉത്പാദനത്തിന്റെ പിറകിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങളെ മിനിമൈസ് ചെയ്യാനാണ്. കിട്ടിയല്ലോ രണ്ട് സെന്റൻസും. രണ്ട് സെന്റൻസിന്റെയും അർത്ഥം കൂടി സെന്റൻസ് വായിച്ച് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യാനുള്ളതാണ്, അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു എന്താ പറയുക സർട്ടിഫിക്കേഷന്റെ ഒരു ഇത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. GMP അല്ലെങ്കിൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് GMP എന്ന് പറയുന്ന ഒരു ലെറ്റേഴ്സ് കറക്റ്റ് സെൻട്രൽ ആയിട്ട് കൊടുത്തിട്ട് സർട്ടിഫൈഡ്, GMP സർട്ടിഫൈഡ്. ആ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയ മരുന്നുകളെല്ലാം തന്നെ പരിശോധിച്ച് അതിന്റെ കൃത്യതയും ക്വാളിറ്റിയും നിലവാരവും ഒക്കെ സെയിം തന്നെയാണോ, ആദ്യം പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഇതിൽ നിന്നും ഒട്ടും തന്നെ മാറ്റം വന്നിട്ടില്ല, സെയിം പ്രോഡക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യുക, എൻഷുർ ചെയ്യുക. അതാണ് കേട്ടോ ആ ഒരു സിസ്റ്റം, ആ ഒരു സമ്പ്രദായം. കൺഫേം ചെയ്തു, ഓക്കെ റെഡിയാണ്, മറ്റേതുപോലെ തന്നെയാണ്, ഇതിന്റെ ഒരു മാറ്റവും ഇല്ലാത്തതാണ്, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു, എല്ലാം സേഫ് ആണ്, സെക്യൂർ ആണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ സാധനം കൊടുക്കുള്ളൂ. മനസ്സിലായി? വെറുതെ പരിശോധിച്ചതുകൊണ്ട് ഈ ഒരു GMPയുടെ ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അത് GMP സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇത് ഉറപ്പുവരുത്തി അവർ സർട്ടിഫൈ ചെയ്യണം. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി അതോറിറ്റി ഓഫ് ഇഷ്യൂ ആണ്. ഈ പറയുന്ന ഡ്രഗ് ലൈസൻസ് ആയിക്കോട്ടെ, GMP ആയിക്കോട്ടെ, അത് ഇഷ്യൂ ചെയ്യാനുള്ള ലൈസൻസ് ആർക്കാണ്? നമ്മുടെ ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ DL ഇഷ്യൂ ചെയ്യുന്നത് അതിനുള്ള അതോറിറ്റി ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അങ്ങനെയായിരിക്കും കിട്ടുക. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്, സെയിം തന്നെയാണ് GMP. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഡ്രഗ് കൺട്രോളർ ഓഫ്
അതോറിറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ നമ്മുടെ GMP സർട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള അധികാരവും ഇവർക്കാണ്. 2 അധികാരങ്ങൾ ആർക്കാണ് എന്ന് കാണിച്ചിരിക്കുന്നതാണത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഡ്രഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ആരാണ്? GMP ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അതോറിറ്റി അധികാരം ആരാണ്? യെസ്, അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡ്രഗ്സിന്റെ പേരുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ജനറിക് ഡ്രഗ്സും പേറ്റന്റഡ് ഡ്രഗ്സും അല്ലെ. പേറ്റന്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ പിന്താങ്ങി ജനറിക് ഡ്രഗ്സ് എന്താണെന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെ. പേറ്റന്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചതിന്റെ കുത്തകാവകാശം അത് ആരാണോ അതിന്റെ റിസർച്ച് ഒക്കെ നടത്തി അതിന്റെ ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തി ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ചെലവുകളും മറ്റുമൊക്കെ സഫർ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തപ്പോ അതിന് കുത്തകാവകാശം ആർക്ക് കൊടുക്കണം? ആൾക്ക് കൊടുക്കണം അല്ലെ. ഇപ്പൊ നമ്മൾക്ക് അറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ടെക്നോളജി ഇങ്ങനെ വളർന്നത് കൊണ്ട് ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന നിങ്ങൾ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ആളുടെ മുമ്പിൽ നിന്ന് പഠിക്കുകയാണ് അല്ലെ. ഇത്രയും അധികം നമ്മളുടെ ഏത് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. പണ്ട് മരത്തിന്റെ ചുവട്ടിലൊക്കെ ഗുരുകുലം എന്ന് പറയുന്ന ഒരു രീതിയിൽ വിദ്യ അഭ്യസിച്ചിരുന്നു, പാഠങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആശാൻ കളരി പോലെയുള്ള സ്ഥലത്തൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നാണ് ഈ രീതിയിലേക്ക് എത്തിയത്. അപ്പൊ നമ്മള് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇങ്ങനെയൊന്ന് പഠിക്കരുത്. കുട്ടികളെ നേരിട്ട് പഠിപ്പിച്ചിരുന്ന രീതി മാറി ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെഷീൻ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചപ്പോഴൊക്കെ എന്താ പറയാ കണക്ക് കൂട്ടലുകൾ നടത്താനോ അല്ലെ അങ്ങനത്തെ രീതിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഇത് എല്ലാ സെക്ടേഴ്സ് എല്ലാ ഫീൽഡ് ഓഫ് ബിസിനസ്സിലും ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിനെ അല്ലെ. കണക്കുകൾ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ഒരുപാട് ഫീൽഡിൽ ഇന്ന് കമ്പ്യൂട്ടറിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെക്ടേഴ്സോ ഒരു ഫീൽഡ് ഓഫ് ബിസിനസ്സോ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നമുക്കറിയാലോ എന്ന് വെച്ചാൽ ഇതിന് ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് മെഷീൻ ഇത്രയധികം ആളുകളേക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടല്ല ഇതിന്റെ കരട് രൂപം എന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ബിഗിനിങ് ആയിട്ടുള്ള ഈ കമ്പ്യൂട്ടേഴ്സ് അതിന്റെ താഴെയുള്ളതും ഒക്കെ ഒരുപാട് കമ്പ്യൂട്ടർ ഓരോ ഇത്ര ജനറേഷൻ വരെ എത്തിയിരിക്കുകയാണ്. ഇത്രയും വരെ എത്തി നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിന് രൂപം കൊടുത്താണ്. അപ്പൊ അവിടെ ഒരാളുണ്ട് അതിന് രൂപം നൽകിയത്. മനസ്സിലായോ? അതിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കി അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇനി അതിലുണ്ടായ പോരായ്മകൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി വീണ്ടും കുറെ ആളുകൾ വീണ്ടും പഠനങ്ങൾ നടത്തി പുതിയ പുതിയ ഫോംസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇതിന് തുടക്കം കുറിച്ച ഒരാളുണ്ട് അല്ലെ. ആ അവകാശം ആൾക്ക് തന്നെയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഡ്രഗ്സിന് അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് റിസർച്ച് നടത്തി ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു അതോറിറ്റി ആ ഒരു അവകാശം ഉള്ള ആളുകൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഏകദേശം ഒരു 20 years ആണ് ആ പേറ്റന്റ് ഒക്കെ കിട്ടുന്നത്. ആ ഒരു ഉൽപ്പാദിപ്പിച്ച പിന്നെ അതിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ആ ഒരു വർഷത്തിനുള്ളിൽ വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. ചില സ്ഥലത്തൊക്കെ ശിക്ഷാർഹമാണ്. മനസ്സിലായോ? ഒരു കമ്പനി ഒരു ബ്രാൻഡ് രൂപത്തില് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കി അതേ ബ്രാൻഡ് നെയിമില് വേറെ ആളുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അക്കോർഡിംഗ് ടു ലോ നിയമപരമായിട്ട് തെറ്റാണ്. അപ്പൊ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? നിയമപരമായി തെറ്റല്ലേ? ഇപ്പൊ നമ്മള് പല പ്രോഡക്റ്റുകളും വാങ്ങിക്കും. ചില പ്രോഡക്റ്റുകളുടെ പരസ്യം കാണാറുണ്ട്. ISI മുദ്രയുള്ളത് ചോദിച്ചു വാങ്ങണം അല്ലെ. പിന്നീട് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ പണ്ടൊക്കെ കുട്ടികളുടെ ബാഗിന്റെ ഒക്കെ പരസ്യങ്ങൾ ഈ സ്കൂൾ ഒക്കെ പോകുന്ന സമയത്തെ ഇന്നത് അത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സിമ്പിൾ അവർ പറയും അല്ലെ. സ്കൂബിയുടെ ബാഗ് അതിന് ആ ഒരു പ്രത്യേകം ചോദിച്ചു വാങ്ങണം. അതിന്റെ സ്ക്രാപ്പിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാകും എന്ന്. കാരണം അത് പ്രൊഡ്യൂസ് ചെയ്തത് അവരാണ്. ആ ബ്രാൻഡ് അവരുടേതാണ്. ചിലപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെയും സാധനങ്ങൾ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ആ മുദ്ര അതിനകത്ത് ഉണ്ടാവില്ല. അത് നമുക്ക് ആ മുദ്ര ഉണ്ടാവില്ല അതിനകത്ത്. കാരണം എന്താ? ആ മുദ്ര ആ കമ്പനിക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളതാണ്.
ആ മുദ്രയിൽ ആണ് അവരത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ കമ്പനി. അപ്പൊ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് ആ മുദ്രയുള്ളൂ. പക്ഷെ അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ആളുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ തോന്നുന്ന അതിന് തന്നെ ഈക്വലന്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതിൽ ആ മുദ്ര ഉണ്ടാവില്ല. ബിക്കോസ് മുദ്ര ആർക്കുള്ളൂ? അതിന് വേണ്ടി എടുത്തിരിക്കുന്ന കമ്പനിക്കേ ഉള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഡ്രഗ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പൊ ജനറിക് ഡ്രഗ്സ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, ഈ പേറ്റന്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് അത് കുറച്ച് അതിന്റെ ആ പേറ്റന്റ് പീരീഡ് ഒക്കെ കഴിയുമ്പോൾ എക്സ്പയർഡ് ആകുന്ന സമയത്ത് ആഫ്റ്റർ 20 years അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ചീപ്പർ ആയിട്ട്, കുറച്ചുകൂടി വില കുറഞ്ഞ രീതിയിൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് ഫസ്റ്റ് ടൈം ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ അത് കോസ്റ്റ്ലി, അല്ലെ? എന്ത് സാധനം അങ്ങനെ തന്നെയല്ലേ? ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് ആദ്യമൊക്കെ ഇറക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഡ്യൂ ടു change in fashion, due to change in technology, it becomes outdated. കുറച്ച് കഴിയുമ്പോൾ ഫാഷൻ ഉണ്ടാകുന്ന മാറ്റം, അല്ലെ? ചില ആൾക്കാർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളിനോടായിരിക്കും താല്പര്യം. അപ്പൊ അത് മറ്റേതെന്തായി? പഴയ സാധനം, അല്ലെ? പഴയ സാധനത്തിന് ഓൾവേസ് there will be decrease in demand. അതെ, ചേഞ്ച് ഇൻ ഡിമാൻഡ് കുറയും. നമ്മുടെ വണ്ടികൾ, പുതിയ വണ്ടികൾ ഇറക്കുമ്പോ പഴയത് അന്ന് ഇറങ്ങിയപ്പോ ബ്രാൻഡഡ് ആയിരുന്നു. ഇപ്പൊ മാരുതി 800 എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഭയങ്കര നല്ല സൂപ്പർ വണ്ടിയായിരുന്നു. അംബാസിഡർ എന്നൊക്കെ പറയുന്നത് ഇന്ന് റോഡിൽ ഒരെണ്ണം പോലും പേരിന് കാണാനില്ല. അംബാസിഡർ, അല്ലെ? കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല വണ്ടിയൊക്കെയാണ്, അല്ലെ? അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ. ലൈഫ് വൈസ് അതുപോലെ തന്നെയാ ഈ എന്ത് പ്രോഡക്റ്റുകളും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരുടെ രീതിയിലും അങ്ങനെ തന്നെ. പുതിയ ജനറേഷൻസ് വരുമ്പോ പഴയവർക്ക് സ്ഥാനമില്ലാതാകുന്നു. പഴയവരെ തള്ളവൈബും ഒക്കെ ആക്കി പിള്ളേരെ അങ്ങനെ മാറ്റി നിർത്തും, അല്ലെ? 90s 70s 80s എന്നൊക്കെ പറഞ്ഞിട്ട് സിമിലർ ആണ്. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈ ജനറിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ, ഒരു സാങ്കേതിക പദമാണ് കേട്ടോ. ഒരു സാങ്കേതികമായിട്ടുള്ള പേരാണ്. ഓഫ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽ സോൾട്ട് എന്ന് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക ടേമാണ്. പലതരത്തിലുള്ള ഡ്രഗുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കള്, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന കുറെ രാസപദാർത്ഥങ്ങൾ, രാസലവണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കൊടുക്കുന്ന ഒരു കോമൺ നെയിം. ആ ഒരു കോമൺ നെയിം ഈസ് കോൾഡ് ജനറിക് ഡ്രഗ്സ്. അത് കൊടുക്കുന്ന ഒരു പേരാണ് എന്ത്? ജനറിക് ഡ്രഗ്സ്. അതായത് ഇപ്പൊ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടാക്കാൻ ആ മരുന്നിന് വേണ്ടിയിട്ട് ചില റോ മെറ്റീരിയൽസ് ഉണ്ടാകുമല്ലോ, പല സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഒരു പർട്ടിക്കുലർ രോഗത്തിനുള്ള ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ആ മിക്സ് ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിക്സ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് റോ മെറ്റീരിയൽസ് വിളിക്കുക. അതുകൂടാതെ കുറെ കെമിക്കൽ സോൾട്ട് ഒക്കെ, രാസലവണങ്ങളൊക്കെ, ഇങ്ങനെ രാസപദാർത്ഥങ്ങളോ ലവണങ്ങളോ ഒക്കെ ചേർത്ത് ആണ് പ്രൊഡ്യൂസിങ് എ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ന്യൂ ഡ്രഗ്. സോ അതിന് വേണ്ടി കൊടുക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന അത്തരം രാസലവണങ്ങൾക്കൊക്കെ വേണ്ടി കൊടുക്കുന്ന ഒരു കോമൺ പേര്, ഒരു ടെക്നിക്കൽ നെയിമാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേറ്റന്റഡ് ആയിട്ടുള്ള മരുന്നുകളുടെ പ്രചോദനം ഉൾക്കൊണ്ട് അത്തരം മരുന്നുകൾ ഇറങ്ങുമ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള, എന്താ പറയാ, അതിന്റെ ആ ഒരു കാലാവധിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള, ഇതിനേക്കാൾ കുറച്ചുകൂടി ചീപ്പർ റേഞ്ചില് വില കുറച്ച് നമുക്ക് ഈ പറയുന്ന, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ പാരാസിറ്റാമോൾ ഉണ്ട്, ഡോൾ ഉണ്ട്, ഇവിടെ ഉണ്ട്, അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ പുതിയത് ഉത്പാദിപ്പിച്ചെടുക്കുന്നത് ബ്രാൻഡഡിൽ നിന്നും ആ ബ്രാൻഡഡ് സാധനത്തിന്റെ തന്നെ ഗുണനിലവാരം എന്ന് പറയുമ്പോൾ ഗുണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്താ പറയാ, അതിന്റെ ഫങ്ഷൻസ് തന്നെ ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി വാഹനമൊക്കെ ഓടിക്കാൻ. സിമിലർ ആയിട്ട് വണ്ടി വാഹനം ഉപയോഗിക്കാൻ ഇന്ന് കൂടുതൽ ടെക്നോളജി മാറി വന്ന് ഗ്യാസും ഇലക്ട്രിസിറ്റിയും ഒക്കെ ഉപയോഗിക്കാന്നുള്ള രീതിയിലേക്കാണ്, അല്ലെ? വണ്ടി തന്നെയാണത്, പക്ഷെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ മാറി. ആ ഫ്യൂവലിലും ചേഞ്ചസ് കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓർ ദ പ്രൈസ് ഇൻ പ്രൈസ്. പല സാധനങ്ങളിലും ഉണ്ടാകുന്ന വിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് അതിന് കാരണം. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. യെസ്, കറക്റ്റ് ആണ്. അതുപോലെ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് പെട്ടെന്ന് ഇതൊക്കെ കിട്ടാവും. ഇസ്മിയ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതാണ്. അതുപോലെ നമ്മുടെ മരുന്നിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. ഡ്രഗ് ഉത്പാദിപ്പിക്കുമ്പോൾ അതിന്റെ പേറ്റന്റ് കഴിഞ്ഞു, പക്ഷെ അതൊക്കെ അന്ന് ഉത്പാദിപ്പിച്ചപ്പോൾ ഭയങ്കര ഹൈ റേറ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങള്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ് പോലെയുള്ള രോഗങ്ങൾ, ഇതൊക്കെ കുറച്ച് സീരിയസ് ഇൽനസ് ആണ്. അപ്പൊ അതിനൊക്കെ പണ്ടൊക്കെ എങ്ങനെയാണോ മരുന്നുകൾ കൊടുത്തിരുന്നത്, അതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ ഒരു സാധാരണ രോഗമായി മാറുകയും
എന്നാൽ കുറെ കാലക്രമേണ അതിന്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മരുന്നുകളും വരുന്നതുകൊണ്ട് കുറച്ചുകൂടി വില കുറഞ്ഞ രീതിയിൽ നമുക്ക് അവൈലബിൾ ആകുന്ന രീതിയിലാക്കുന്നുണ്ട്. സോ ദീസ് ഡ്രഗ്സ് ആർ മാനുഫാക്ചർഡ് ബൈ ഡിഫറെന്റ് കമ്പനീസ്. എല്ലാവരും ഒരുപോലെയല്ല. ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗുകളൊക്കെ പല രീതിയിലും ട്രാൻസ്ഫോം ചെയ്ത് ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? പല ആളുകളും പല കമ്പനിക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. സോ ഇവിടെ നമുക്ക് കുറച്ച് റെഫറൻസിന് വേണ്ടി, കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജനറിക് ഡ്രഗ്സും അതിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സിന്റെയും പേരുകളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മരുന്നുകളുടെയും ഒന്നും നമുക്ക് ഇങ്ങനെ പഠിക്കൊന്നും വേണ്ട, പഠിക്കാനുള്ളതല്ല. പക്ഷെ എങ്കിലും ഇങ്ങനെയാണ് ആ ഡ്രഗുകളിൽ ഒരു വേരിയേഷൻ വരുന്നത്. പേറ്റന്റഡ് ഡ്രഗ്സോ അല്ലെങ്കിൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റഡ് ഡ്രഗ്സ്, ജനറിക് ഡ്രഗ്സ് തമ്മിലുള്ള വേരിയേഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ടേബിളാണ്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ജനറിക് ഡ്രഗ്സിന്റെ ആ ഒരു ഒറ്റ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യോ? ഫസ്റ്റ് സെന്റൻസ് മാത്രം. Generic drugs are the technical name of the raw materials or chemical salt, which is a common name of a particular drug. Chemical salt എന്ന് പറഞ്ഞാൽ രാസലവണം കേട്ടോ. രാസപദാർത്ഥം ഒന്നും ഇവിടെ പറയില്ലേ? മരുന്നുകളിലെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് സ്പീഡിൽ പോകാത്തത്. കാരണം കുറച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. വലിയ ധൃതി പിടിച്ച് അങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാം. വേറെ എന്തെങ്കിലും കുറെ എന്താ പറയാ കോമൺ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡിൽ പോയാലും കുഴപ്പമില്ലല്ലോ. ഇത് ഞാൻ പറയുന്നത് സ്പീഡാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സ്പീഡിലേക്ക് പോകാൻ ഒരു ഫിസിക്കൽ ഒരു ഇത് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ ആണോ? നിങ്ങളെന്റെ ക്ലാസ്സുകൾ കേൾക്കാത്തത് കൊണ്ടാണ്. എനിക്ക് അറിയില്ല. മീൻസ് നമ്മൾ തമ്മില് ക്ലാസ്സുകൾ എടുത്തുള്ള എന്താ പറയാ, നിങ്ങളുടെ മുമ്പിൽ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങളുടെ റിയാക്ഷൻസ് അറിഞ്ഞുള്ള ഒരു പരിചയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ ഇടയ്ക്കിട്ടാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ, അതുകൊണ്ടാണ്. മറ്റു ടീച്ചേഴ്സിനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് അവരെയൊക്കെ അറിയാമായിരിക്കും. നമ്മള് പരിചയപ്പെടുന്നത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലാണ് കൂടുതലും. ഈ പറഞ്ഞ 17, 18, 19 അല്ലേ 3 ക്ലാസ്സിലും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വേറെ ക്ലാസ്സുകൾ PG ഒക്കെ വന്നപ്പോ അതിലേക്ക് മാറിയപ്പോ ഇവിടേക്ക് വരാൻ പറ്റാണ്ടായി. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണെന്ന് നോക്കാം. നമുക്ക് ആ ടേബിളിൽ ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡ്രഗ്സും ആ ടൈപ്സിനകത്ത് ജനറിക്കും ബ്രാൻഡഡും വന്നിട്ടുണ്ട് ടൈപ്സില്. അപ്പോ നമുക്ക് ഓരോ ഡ്രഗ്സും എന്താ പറയാ, ജനറിക് ആയിട്ടുള്ള ഡ്രഗ്സും അതിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? സെയിം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും ഫംഗ്ഷൻ ഒന്നാണ്. ഈ പറയുന്ന രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്ന മെഡിസിൻസ് അതേ ഡ്രഗ്സ് തന്നെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ്സിലും വരുന്നത്. എന്ന് വെച്ചാൽ രണ്ടിനും സെയിം ഫംഗ്ഷൻ ആണ്. ഇപ്പൊ എന്തിനു വേണ്ടി കൊടുക്കുന്ന മരുന്നാണോ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അത് കൊടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു മരുന്നിന്റെ ആ ഒരു രീതി, പ്രൊഡക്ഷന്റെ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ രണ്ടായിട്ട് തരംതിരിച്ച് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അനൽജീസിക് എന്ന് പറയുന്ന ഒന്നാമത്തെ മരുന്ന് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പെയിൻ കില്ലർ. ഇതൊരു പെയിൻ കില്ലർ ആണ്. മനസ്സിലായല്ലോ? നമുക്കറിയാലോ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ പെട്ട സാധനം തന്നെയാണ് കേട്ടോ. ഏതൊക്കെയാണ്? പാരാസിറ്റമോൾ. തലവേദനയൊക്കെ വരുമ്പോ ഒട്ടും കുറയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പാരാസെറ്റമോൾ കഴിക്കും അല്ലെ. ഇന്നിപ്പോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡോളോ എന്ന് പറയുന്ന മരുന്നുകളൊക്കെ ഗുളിക വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കൂടുതലും ഡോളോ ആണ് മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ നമുക്ക് കൂടുതൽ വാങ്ങിക്കാം. ആണോ? പറഞ്ഞേ. പാരാസെറ്റമോൾ കഴിച്ചപ്പോ ചിലപ്പോ അത്രയും അങ്ങോട്ട് നമുക്ക് എന്താ പറയാ പനി കുറയുകയോ അല്ലെങ്കിൽ ആ രോഗത്തിനൊരു ശമനം പീസ് കിട്ടുകയോ ചെയ്യുന്നില്ല. സോ നമ്മൾ ഡോളോ വാങ്ങിച്ച് കഴിക്കും അല്ലെ. ഡോളോ ആണ് ഇപ്പോ ഇഫക്റ്റീവ്. കണ്ടോ? ഡോളോ ആണ് ഇഫക്റ്റീവ്. പാരാസെറ്റമോൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി. കണ്ടോ? അപ്പൊ പാരാസെറ്റമോളിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ്സ് പണ്ടത്തെ മരുന്നാണ്. ഞാനൊക്കെ ചെറുതിലെ കഴിച്ചത് ഓർമ്മയുണ്ട്. ക്രോസിൻ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ക്രോസിൻ എന്ന് പറയുന്ന ഗുളിക കഴിച്ചിട്ടുണ്ടോ? കഴിച്ചു കാണാൻ വഴിയില്ലേ? അരുല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് ക്രോസിൻ എന്ന് പറയുന്നത്. അതുപോലെ കാൽപോളും കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നേരത്തെ കൊടുത്തിരുന്നത് കാൽപോൾ ആണ് ഇല്ലേ? യെസ്, അതെ, അവർക്കും ഇതുപോലെ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലെ.
പിന്നെ പെനാഡോള്, ഇത് നമ്മൾ കണ്ടിരിക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ അത് ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ്. അതൊക്കെ ബ്രാൻഡഡ് ആണ്, ബ്രാൻഡഡ് നെയിമുള്ള ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്ത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിന്റെ തന്നെ അതേ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സെയിം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ജനറിക് ഡ്രഗ്സ് ആയിരുന്നു ഇത് പാരാസിറ്റമോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പോ അടുത്തത് ഏതാ? ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരാസിറ്റമോൾ ആണ്. അതും പെയിൻ കില്ലർ വിഭാഗത്തിൽ വരുന്ന രണ്ടെണ്ണം വീതം പറയുന്നുണ്ട് എല്ലാവരും. അനൽജീസിക് എന്ന് പറയുന്ന പെയിൻ കില്ലറിന്റെ പാരാസിറ്റമോളും ഉണ്ട്, അതിന്റെ തന്നെ ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരാസിറ്റമോൾ. അതിന്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിനൽ ഡ്രഗാണ് ഡൈക്ലോജിസിക് എന്ന് പറയുന്നത്. ഡൈക്ലോജിസിക്കിന്റെ ജനറിക് ഡ്രഗാണ് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരാസിറ്റമോൾ. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് യു ഹാവ് ടു എന്താ പറയാ അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് എങ്ങനെയാണ് മരുന്നുകൾ. അപ്പൊ ചില ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് മരുന്നുകൾ ഇന്നലെ ഞാൻ പറഞ്ഞു കുടിച്ചു തരുമ്പോ പിന്നെ മരുന്ന് ചോദിച്ചു ചിലപ്പോ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവർ പറയും ഇന്നതുണ്ട്, ഇത് തന്നെയാണ്, സെയിം ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മള് ചിലര് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നുകൾ തന്നെ വാങ്ങിക്കുള്ളൂ, അവർക്ക് അതിലാണ് വിശ്വാസം. മറ്റേത് വാങ്ങിക്കാൻ അവർക്ക് പേടിയായിരിക്കും അല്ലെ. ചിലര് ചിലപ്പോൾ അറിവുള്ളവര് അതായത് മെഡിസിൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും ആ പറ്റില്ല, ബിക്കോസ് ദേ നോ ദാറ്റ് ഇതിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ളതിന്റെ ജനറിക് ഡ്രഗ് ആണ്, സെയിം ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആണ് രണ്ടു മരുന്നിലും ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ളവര് അവർക്ക് പേടിയില്ലാതെ അവരെ തന്നെ വാങ്ങിച്ചിട്ട് പോരും. കാരണം അവൈലബിൾ ആകുന്ന മരുന്ന് ഏതാണോ അത് അല്ലെ. അപ്പൊ പുറമെ പുറത്തുന്നതൊക്കെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ അകത്തേക്ക് കഴിക്കുന്നതിനെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കുള്ളൂ. പേടിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എന്താ പറയാ പാരാസിറ്റമോള് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരാസിറ്റമോള് രണ്ടും പെയിൻ കില്ലേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അനൽജീസിക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ്. അത് ജനറിക്കില് ആ രീതിയിലും ബ്രാൻഡഡില് പാരാസിറ്റമോളിന് ക്രൂസിൻ, പെനാഡോൾ, കാൽപോളും അതുപോലെ തന്നെ ഡൈക്ലോഫെനാക് സോഡിയത്തിന് ഡൈക്ലോജസിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഡ്രഗുമായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തത് ആന്റിബയോട്ടിക്സ് ആണ്. ഇതും നമുക്ക് കുറച്ച് മിക്കവാറും അറിയാവുന്ന ചില മരുന്നുകളാണ് തോന്നുന്നത്. അമോക്സിലിൻ ആന്റിബയോട്ടിക് ആണ്. ചുമയൊക്കെ പല ത്രോട്ട് ഇൻഫെക്ഷൻസ് കുട്ടികളിലാണ് കേട്ടോ അത് കൂടുതലും. ഇവിടെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ത്രോട്ട് പെയിൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻ ഇയർ, നോസ്, ഐസ് അല്ലെ അതന്നെ അതിലൊക്കെ കൊടുക്കുന്ന ആന്റിബയോട്ടിക് ആണ് അമോക്സിലിൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് എന്താ പറയാ ആന്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. എന്താ പറയാ ചുളം തടിക്കുക അങ്ങനെയൊക്കെയുള്ള ചില റിയാക്ഷൻസ് വരുന്ന ഒരു മരുന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ആന്റിബയോട്ടിക് തന്നെയാണ് അസിത്രോമൈസിൻ എന്ന് പറയുന്നതും അല്ലെ. ഇത് രണ്ടും ജനറിക് ഡ്രഗ്സ് ആണ്. ഇതിന്റെ നമ്മുടെ ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ടിലും അടങ്ങിയിരിക്കുന്നത് ജനറിക് ഡ്രഗ്സ്. അതിന്റെ തന്നെ ബ്രാൻഡഡ് ആണ്. എമാക്സിലിന്റേത് LMX, റിമോക്സും അതുപോലെ അസിത്രോമൈസിന്റേത് അസിത്രൽ എന്ന് പറയുന്ന മരുന്നുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ഞാൻ പോയിട്ട് നോക്കിയിട്ട് നാളെ പറയുള്ളൂ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ ചോദിക്കാൻ എടുത്ത ബാച്ചിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ മരുന്നുകളുടെ പേരുകള് ജസ്റ്റ് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോകുന്നവര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം ഇതിന്റെ ബ്രാൻഡഡിന്റെ ജനറിക് ഡ്രഗാണ് ഇത്, ഇതിന്റെ തന്നെ ഉപയോഗിക്കുന്നു എന്ന് ജസ്റ്റ് ഒരു കോമൺ, അതായത് ഒരു ലേമാൻഡ് നോളജ് ഉണ്ടാവണം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു ലേമാൻസ് നോളജ് മാത്രം മതി. ജസ്റ്റ് നമുക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിലുള്ളതൊന്നും കാണിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കളർ പിടിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കണം, മറ്റേ ബാച്ചസിന് കൊടുത്തിട്ടുണ്ടോ ചോദിക്കാം. എന്നിട്ട് മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് റെഫർ ചെയ്ത് പോകാം. അപ്പൊ ആന്റിബയോട്ടിക്സ് വിഭാഗത്തിൽ വരും. വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അനൽജീസിക് എന്ന് പറയുന്ന പെയിൻ കില്ലർ. അന്നത്തെ സാറ്റർഡേ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചേ. സാറ്റർഡേ ക്ലാസ് ഇല്ല. സാറ്റർഡേ ഇവിടെ ഒരു ഗ്രാജുവേഷൻ സെറമണി ഉണ്ടല്ലോ, 3 ബാച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഉണ്ടാവില്ല, ഒന്നും ഇല്ല.
നാളെ ഇല്ല ക്ലാസ്. നാളെ ഓൾറെഡി നമുക്ക് ഇവിടെ ഗ്രാജുവേഷൻ സെറമണി ഉണ്ട്. ഒരു HA PG, ഒരു HR. നാളെ ഇല്ല. Monday to Friday ആണ് ക്ലാസ്. ചിലപ്പോ നിങ്ങൾക്ക് പുതിയ ബാച്ചുകാരായതുകൊണ്ട് സാറ്റർഡേ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചതായിരിക്കും അല്ലെ? ഇല്ല, ക്ലാസ് ഇല്ല. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെയാണ് ക്ലാസ്. ഇൻ കേസ് നമുക്കിപ്പോ ഏതെങ്കിലും ഇപ്പൊ കുറെ അവധികളൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിട്ടൊക്കെ വരുമ്പോഴേ അങ്ങനെ വരുമ്പോ നമ്മൾ ചില സാറ്റർഡേസിൽ ക്ലാസ് വർക്കിംഗ് ഡേ ആക്കാറുണ്ട്. ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നെറ്റ് പ്രോബ്ലം കൊണ്ടൊക്കെ ഇടയിൽ ക്ലാസ് ഒക്കെ മിസ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും ഒരു ക്ലാസ് കൊടുക്കണം എന്ന്. അങ്ങനെയൊക്കെ നമ്മൾ വെക്കാറ് കേട്ടോ. അത് പറയും, നേരത്തെ കൂടി പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ പെയിൻ കില്ലർ വിഭാഗത്തിൽ വരുന്ന ജനറിക് ബ്രാൻഡഡ് ഡ്രഗ്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ടോ ഞങ്ങൾ ചോദിക്കുന്നത് പറയുന്നുള്ളൂ. അപ്പൊ അതാണ് ആന്റിബയോട്ടിക്സ് ഏതൊക്കെയാണ്. എമോക്സിലിനും എസിത്രോമൈസിനുമാണ് അതിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ളത്. എമോക്സിലിന്റേത് LMX, റിമോക്സ്, അസിത്രോമൈസിൻ, SC, അസിത്രൽ. ഓക്കെ, അടുത്തത് വൈറ്റമിൻസിന് വേണ്ടി കൊടുക്കുന്ന ജനറിക് ഡ്രഗ്സ് ഫോളിക് ആസിഡും ബി കോംപ്ലക്സുമാണ്. ഈ ഫോളിക് ആസിഡും നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഫോളിക് ആസിഡ് കൂടുതലും ഇതിനകത്ത് ഗേൾസ് ആണ് കേട്ടിട്ടുണ്ട് അല്ലെ? കൂടുതലും ഗേൾസ് ആണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നു മാരീഡും ആണ് അല്ലെ? നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു തന്നെ പ്രഗ്നൻസി പീരീഡ് ഒക്കെ ഫേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുമാണ്. സോ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് തരുന്ന ഒരു മരുന്നാണ് അല്ലെ ഫോളിക് ആസിഡ്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യം നമുക്കറിയാം. റെഡ് ബ്ലഡ് സെൽസ് എന്താ പറയാ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാനൊക്കെ വേണ്ടി കൊടുക്കുന്നത്. കാരണം ആ ഒരു പീരീഡില് ബ്ലഡ് കൂടുതൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സ്ത്രീകളുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഡെഫിഷ്യൻസിയെ ഇല്ലാതാക്കാൻ, RBCയുടെ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് ഫോളിക് ആസിഡ്. ബി കോംപ്ലക്സ് ആണ്. ഫോൾവൈറ്റ് FOLI ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. FOLVITE എന്നാണ്. നിങ്ങളൊന്ന് നോക്കിയൊക്കെ സെർച്ച് ചെയ്ത് FOLVIT എന്നാണ് തോന്നുന്നത്. ഒരു ഐയുടെ അവിടെ ആവശ്യമില്ല ആ മരുന്നിന്. അതിന്റെ ബ്രാൻഡഡ് നെയിമാണ്. ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് ഡ്രഗിന്റെ പേരാണ് ഫോൾവൈറ്റ്. അപ്പൊ ഈ എന്താ പറയാ ഈ അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ബിക്കോസൂൾ കേട്ടോ. ബിക്കോസൂൾ എന്ന് പറയുന്ന ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് നെയിമാണ്. ഇത് നമ്മൾക്ക് ഈ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാനും അതുപോലെ തന്നെ എന്താ പറയാ ഈ നമ്മുടെ ഇത്തരത്തിലായിരുന്ന കുട്ടിക്ക് ഒരു ഹാർട്ടിനൊരു ഹെൽത്ത് ഒക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. സോറി, അവരുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാധനം കൊടുക്കുന്നത്. ഫോളിക് ആസിഡ് കുട്ടികളുടെ ബ്രെയിൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ബ്രെയിനൊക്കെ നല്ല സ്ട്രോങ് ആക്കാനൊക്കെ വേണ്ടിയിട്ട്, ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോളിക് ആസിഡും ബി കോംപ്ലക്സ് എന്നാണ് കണ്ടെത്തിയത്. അപ്പോ ഫോളിക് ആസിഡിന്റെ ഫോൾവൈറ്റ് ആണ് FOLVIT ആണ്. ആൻഡ് ബിക്കോസൂൾ കേട്ടോ. ഇനി ബ്ലഡ് പ്രഷർ ഡ്രഗ് ആണ്. ബ്ലഡ് പ്രഷർ ഡ്രഗ് ആണ്. അതായത് നമ്മുടെ ഈ രക്തസമ്മർദ്ദം അതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനറിക്കില് അറ്റനോലോൾ കേട്ടോ. അറ്റനോലോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്. അതിന്റെ ബ്രാൻഡഡ് നെയിമാണ് HN എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന പല രോഗകാരണങ്ങളാണ്. ചിലപ്പോൾ എന്താ പറയാ നമ്മുടെ ആൻജൈന പോലെയുള്ള രോഗങ്ങൾ. മീൻസ് ആൻജൈന അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചില്ലേ എന്താണ് ആൻജൈന? ആൻജൈന കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് നമ്മൾ പറഞ്ഞു. എന്താ അത് ആൻജൈന? എന്താ അതിനെന്താവുമല്ലോ, അതെ ഹാർട്ട് പെയിൻ ആണ്. ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ടു അവർ ഷോൾഡേഴ്സ് ആൻഡ് നെക്ക് അല്ലെ. നമ്മുടെ നെഞ്ചിനുണ്ടാകുന്ന ഒരു ചെസ്റ്റ് പെയിൻ ആണ് അത്. പക്ഷെ ആ വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഷോൾഡറിലേക്കും ഈ കഴുത്തിന്റെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും. ദാറ്റ് മീൻസ് ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ജീവനുകൾ പോകും, ഗ്യാസിന്റെ പറയും. പക്ഷെ അത് അവിടെ തന്നെ നിൽക്കുന്ന നെഞ്ചുവേദന തന്നെയാണ്. പക്ഷെ ഇത്തരം നെഞ്ചുവേദനകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ഷോൾഡറിലേക്കും കഴുത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. നമുക്കത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ് മേ ബി എ സിംപ്റ്റം. അത് ഇതിന്റെ കാർഡിയാക് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗത്തിന്റെ ചില ലക്ഷണമായിരിക്കാം.
അങ്ങനെ വേഗം നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഒരു സിവിയർ പെയിൻ ആയിരിക്കും, നല്ല നെഞ്ചുവേദനയാണ്, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരികയും ചെയ്യും കയ്യിലേക്കൊക്കെ. ഡ്യൂ ടു ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു ഹാർട്ട്, ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് നല്ല രീതിയിൽ പമ്പ് ചെയ്യപ്പെടാത്തത് കൊണ്ടുണ്ടാകാവുന്ന ഈ പറയുന്ന കടുത്ത നെഞ്ചുവേദന, അതിനെയാണ് നമ്മൾ വിളിക്കുക ആൻജൈന. ആൻജൈനയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് എന്താ പറയാ ഈ ഇറഗുലർ ആയിട്ടൊക്കെ ഉണ്ടാകുക, അത് തന്നെ. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയിട്ട് ഒരു എന്താ പറയാ ഇറഗുലർ ആയിട്ടുണ്ടാകുന്ന ഹാർട്ട് ബീറ്റ്സിനും ഒക്കെ ഈ പറയുന്ന മരുന്നാണ് കൊടുക്കുക കേട്ടോ. അപ്പോ these are the names of generic drugs and branded drugs. ചില ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെയും ജനറിക് ഡ്രഗ്സിന്റെയും ചില പേരുകളാണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആയോ? ആ പെട്ടി മനസ്സിലായോ? പെട്ടിക്കകത്തുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ദിവസം ഞാൻ പറയാം. ബിക്കോസ് ഞാനത് ചോദിച്ചില്ല, ഇനിയിപ്പോ വെറുതെ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ഫംഗ്ഷനിങ് തന്നെയുള്ള മരുന്നുകളാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നു ഞാൻ ആരുടെങ്കിലും മുമ്പ് ഈ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ചാപ്റ്റർ വേറെ ആയിരുന്നു, അത് വേറെ ടീച്ചറിന് കൊടുത്തു. പുതിയ ചാപ്റ്ററുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിലേത് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാ പറഞ്ഞേ. Now let's find out the difference between generic or branded drugs. ഈ ജനറിക് ഡ്രഗും ബ്രാൻഡഡ് ആയിട്ടുള്ള പേറ്റന്റഡ് ഡ്രഗ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനറിക് വേഴ്സസ് ബ്രാൻഡ്, അതാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? നമുക്ക് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറിക് ഡ്രഗും അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിൽ, ചില സവിശേഷതകളിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു രോഗത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ ആ മരുന്ന് ആ രോഗത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ശമിപ്പിക്കാനോ പറ്റുന്ന ഒന്നായിരിക്കും തീർച്ചയായും, അല്ലെ? അത് റിസർച്ചിലൂടെ പഠനങ്ങൾ നടത്തി ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം ഉത്പാദിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അത് പരിശോധിച്ച് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും, വെദർ ഇറ്റ് ഈസ് ഇഫക്റ്റീവ്, ഇതിന്റെ ആൾക്ക് കൊടുത്തിട്ട് ആ രോഗം ഭേദാകുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇത് വെളിയിലെത്തുന്നു ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗായിട്ട്. അതിന്റെ തന്നെ ആ പേറ്റന്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ജനറിക് ഡ്രഗ്സിന്റെ രൂപത്തിൽ വേറെ രീതിയിൽ അത് വരുമ്പോ ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ രോഗത്തിന് ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് രോഗം ഭേദമാക്കാൻ പറ്റും, പക്ഷേ some difference in its color or flavor. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിന്റെ നിറത്തിലോ അതിന്റെ ഫ്ലേവർ, അതിന്റെ എന്താ പറയാ ചില ഫ്ലേവേഴ്സ് ചിലപ്പോൾ ആഡ് ചെയ്യും, അതുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഫ്ലേവറോ കളറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നില് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഇൻഗ്രീഡിയന്റും അല്ല. മനസ്സിലായോ? അതായത് ഈ കളർ ആഡ് ചെയ്തതുകൊണ്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പുതിയൊരു ഫ്ലേവർ ആഡ് ചെയ്തതുകൊണ്ടോ അത് നമ്മളുടെ രോഗത്തെ ശമിപ്പിക്കാൻ വേണ്ട രണ്ട് സാധനവും അല്ലാന്ന്. അപ്പൊ ഇതുപോലെയുള്ള ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മാത്രം മറ്റു ബാക്കി കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് വരുന്ന മെഡിസിൻസ് തന്നെയാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ കാര്യം? അതെ. അപ്പൊ ഇനാക്റ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു രോഗത്തിന് വേണ്ടി ഒരു മരുന്ന് ഒരാൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കും, എക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഉണ്ടാക്കി. ആ മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ ഇതിന്റെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അല്ലെങ്കിൽ മരുന്ന് ആയതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. സോ എവറി പേഷ്യൻസ് ഓർ പീപ്പിൾ കനോട്ട് അഫോർഡ്. ഇത് എല്ലാവർക്കും എല്ലാ വിഭാഗത്തിലും എല്ലാ എന്താ പറയാ ലെവലിലുള്ള ഫാമിലീസിനോ അവിടുത്തെ എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്കും ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസീവ് ആണെന്നുള്ള കാരണത്താൽ ചിലപ്പോ അവർക്ക് ആ രോഗത്തിന് ചികിത്സ കിട്ടാതെയും അങ്ങനെ ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ആ മെഡിസിൻ ആ രീതിയിലേ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാ സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട് അതിന് ഡിറ്റുമായിട്ട് മറ്റൊരു മരുന്ന് ഉത്പാദിപ്പിച്ചിറങ്ങുന്നു. പക്ഷെ അതിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ചില വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. ആ വേരിയേഷൻസ് ഒന്നുകിൽ കളറിലോ അല്ലെങ്കിൽ ഫ്ലേവറിലോ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഈ കളറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വിൽ നോട്ട് എഫക്ട് ദ മെഡിസിൻ ഓർ ദ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ദാറ്റ് മെഡിസിൻ. ആ മെഡിസിൻ കഴിക്കുന്ന ആൾക്കോ ആ മെഡിസിനോ യാതൊരു തരത്തിലുള്ള മാറ്റവും എന്തിലുണ്ടാക്കുന്നില്ല. ഈ കളർ വേരിയേഷനോ ഫ്ലേവർ വേരിയേഷനോ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ആ മെഡിസിൻ മാറിപ്പോ നിശ്ചയം മാറൂലേ? കാരണം ആ ഇൻഗ്രീഡിയന്റ് ആക്റ്റീവ് അല്ല അതിനകത്ത്.
ഒരു ആക്ഷനും ഇല്ല അതിനകത്ത്. അത്രേ ഉള്ളു കാര്യം. നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഹോംലി ഫുഡിൽ എന്തുകൊണ്ട് നമ്മൾ കുട്ടികളോട് പറയും അധികം പുറത്തുനിന്ന് ജങ്ക് ഫുഡുകൾ കഴിക്കാൻ പാടില്ല. കാരണം we know that they are adding more taste makers and also colors അവരുടെ ഫുഡില്. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഫുഡ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കളേഴ്സ് ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യും അല്ലെ. അതിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റ് ആക്കാൻ വേണ്ടി ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്യും അല്ലെ. അത് ഇറ്റ്സ് നോട്ട് ഹെൽത്തി ഫോർ അവർ ഹെൽത്ത്. നമ്മളുടെ ആരോഗ്യത്തിന് അത് അത്ര ഹെൽത്തി അല്ല. ഇത്തരം ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്യാം. അജിനോമോട്ടോ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മള് അതേ സാധനം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാലോ പ്രസന്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളൊക്കെ കടയിൽ കഴിച്ചിട്ടുണ്ടായേ എന്ന് കുട്ടികൾ പറയാറുണ്ടാവും. നമ്മളോട് പറയാറുണ്ടോ? അമ്മ ഉണ്ടാക്കിയ പോലെയൊന്നുമല്ല നമ്മളൊന്ന് അവിടൊക്കെ പോയിട്ട് ആ റെസ്റ്റോറന്റിൽ പോയി കഴിച്ചപ്പോ ഇങ്ങനെയായിരുന്നില്ലല്ലോ, ഇത് അതല്ല. പക്ഷെ ഇതേ സിമിലർ സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ഒരു ചെറിയ വ്യത്യാസം, പക്ഷെ ഈ പറയുന്ന ടേസ്റ്റ് മേക്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന കളറോ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണവും ഇല്ല അതിനകത്ത്. അതിലൊരു വ്യതിയാനവും ഇല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ അതുപോലെ തന്നെയാണ്. മരുന്നുണ്ടാക്കി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നിന്റെ ജനറിക് ഡ്രഗ്സ് വരുമ്പോൾ അതിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. നത്തിങ് മോർ ഇമ്പോർട്ടന്റ്. കൂടുതലൊന്നും അതിനകത്ത് ഉണ്ടാകാറില്ല. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള മരുന്നുകൾ ഹാവിംഗ് സച്ച് മെഡിസിൻസ് നമുക്ക് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഫിസിഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. സ്പെസിഫിക് ബ്രാൻഡ് ആയിക്കോട്ടെ ജനറിക് ഡ്രഗ്സ് ആയിക്കോട്ടെ. When we are using it, we have to prescribe or we have to consult with a doctor. നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ കഴിക്കുക. ഇതിന്റെ വ്യത്യാസങ്ങളൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സെയിം ആയിരിക്കും. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഇവിടെ എവിടെയാണ് യു എസില് അവിടുത്തെ എന്താ പറയാ പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞത് ജനറിക് വേർഷൻ ഓഫ് എ ഡ്രഗ് വിൽ നോട്ട് ലുക്ക് ലൈക്ക് ദ ബ്രാൻഡ്. ഈ ഒരു ബ്രാൻഡഡ് ഐറ്റത്തിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ പറയുന്നത്. ഒരു ബ്രാൻഡഡ് ഐറ്റം നമ്മൾ ഉൽപ്പാദിപ്പിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ ഒരു മാറ്റമില്ലാതെ അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച് മറ്റൊരെണ്ണം ഇറക്കാൻ വേറെ ഏതെങ്കിലും കമ്പനിക്ക് അവകാശമില്ല. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ലോ. അത് നിയമപരമായി തെറ്റാണ്. ബിക്കോസ് അതിന്റെ ട്രേഡ് മാർക്ക് അവർക്കാണ്. അപ്പൊ ആ സെയിം അതേപോലെ തന്നെ തോന്നുന്ന ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചിറക്കാൻ പാടില്ല എന്ന് US എന്താ പറയാ അമേരിക്ക അതിനെ അനുവദിക്കുന്നില്ല. വിച്ച് they have to produce different എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതാണ് ഈ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവേഴ്സിലോ ഒക്കെ മാറ്റം കൊണ്ടുവന്നിട്ട് ഇതിന് ജനറിക് ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. It should not look exactly to that drugs. ആ ഡ്രഗ്സുമായിട്ട് അതേപോലെ തന്നെ തോന്നുന്ന ഡ്രഗ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. അത് അവിടുത്തെ നിയമമാണ്. മനസ്സിലായോ? അപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് മെഡിസിൻസിന്റെ കാര്യത്തിൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം മരുന്നുകൾ മനുഷ്യന്മാരുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, രോഗം ശമിപ്പിക്കാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏകദേശം എല്ലാ നാടുകളിലും ഒക്കെ വ്യത്യാസം അധികമൊന്നും വരില്ല. അത്തരം കാര്യങ്ങളും കൂടി അവിടെ അവര് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ആ ഒരു തമ്മിലുള്ള വ്യത്യാസം അധികമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. നോക്ക്, അതിന്റെ തൊട്ടുമുള്ള സെന്റൻസ് FDA ഒരു ജനറിക് ഡ്രഗ് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇല്ലേ, അപ്രൂവ് ചെയ്യണമെങ്കിൽ ചൈന അപ്രൂവൽ കിട്ടണമെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം, അതായത് ആ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗും ജനറിക് ഡ്രഗും തമ്മിലുള്ള വ്യത്യാസം ഏതൊക്കെ കാര്യത്തിൽ വരാൻ പാടില്ല? പെർഫോമൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, സേഫ്റ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഈ 4 കാര്യത്തിലും വ്യത്യാസമില്ലാതെ ഉണ്ടാക്കണം. അതായത് നമ്മൾ സേഫ് ആയിരിക്കണം, വളരെ ഇഫക്റ്റീവ് ആയിട്ട് അതേ മരുന്ന് മറ്റേ ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രഗിന്റെ അതേ ഇഫക്റ്റീവ്നെസ് ആ മരുന്നിലും ഉണ്ടായിരിക്കണം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലും ആ മരുന്നിന്റെ പെർഫോമൻസിലും വ്യത്യാസം വരാൻ പാടില്ല. ഇതിൽ വ്യത്യാസം വരാം, കളറോ അതിന്റെ ഫ്ലേവേഴ്സിലോ ഒക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല എന്നാണ് പറയാം. എന്നാലേ അതിന് ഒരു ജനറിക് ഡ്രഗ് ആയിട്ട് അപ്രൂവ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നേരത്തെ എഴുതിത്തരാം ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞോ?
ഇതാന്ന് പറഞ്ഞത് മറന്നുപോയല്ലോ, അതല്ലാതെ അങ്ങനെ പോയി. ഇല്ല. ഇന്നലെ പറഞ്ഞ കാര്യമെന്ന് തോന്നുന്നത്. ഓക്കെ, അതിൽ FDA എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ഫുൾ ഫോം ചെയ്തത്. FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഇത് വെച്ചോ, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അത് FDA അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ഡ്രഗ്സിന്റെ കാര്യത്തിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, യെസ്. അടുത്തത് ഈ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? RX കണ്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ, എവിടെ കണ്ടു? കണ്ടിട്ടുണ്ട്. വിസ്മയ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടേക്കുന്നേ? പത്മശ്രീ പേരാണോ? ടാബ്ലറ്റില് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോഡിങ്ങില് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോഡിങ് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുണ്ടോ? മെഡിക്കൽ കോഡിങ് ആണോ മാറിപ്പോയതാണോ? നമ്മള് HA പഠിച്ചിട്ടുണ്ടല്ലേ? HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മള് മറ്റേ എന്താ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചില്ലേ? അതിനകത്ത് കുറെ എന്താ പറയാ റൂട്ട് വേർഡ്സ്, പിന്നെന്താ പ്രിഫിക്സ്, സഫിക്സ്, അബ്രിവിയേഷൻസ്, ആംബിറ്റി രോഹിണി എന്താ ചോദിച്ചേ? സൗണ്ട് ഓഫ് ആണോ? സൗണ്ട് ഓഫ് അല്ലല്ലോ, പറഞ്ഞോ. ഡിസ്റ്റർബൻസ് ഉണ്ടായോന്നാണോ സൗണ്ടിന്? എന്തേ രോഹിണി? What happened? ടെർമിനോളജിയിൽ പഠിച്ചെന്ന് പറഞ്ഞതാണോ? ഓക്കെ, മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പഠിച്ചു ഇങ്ങനെ ഒരു സാധനം അവിടെ കണ്ടിരുന്നു. എന്താണത്? RX ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷന് വേണ്ടി എഴുതുന്ന ഒരു അബ്രീവിയേറ്റഡ് ഫോം. ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ് RX. അതിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് RX? RX എന്ന് പറയുന്ന സിംബല് it is usually used to refer a Latin word, receive, which means to take. Take എന്ന to take എടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡ്. അതിന്റെ അർത്ഥം വരുന്ന വേർഡാണ് ഏത്? റിസൈവ്, RECIPE. അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സാധനമാണ് ഈ RX എന്ന് പറയുന്ന ഒരു സിംബൽ. മനസ്സിലായോ? ആ സിംബൽ ഡെവലപ്പ് ചെയ്തെടുത്തത് റിസൈവ് എന്ന് പറയുന്ന വേർഡ്. അതിന്റെ മീനിങ് ടു ടേക്ക്, എടുക്കുക എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഈ RX അതിൽ നിന്ന് ഉണ്ടാക്കിയതാ ഇവര് ഈ പറയുന്ന ഒരു RX എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫോം. അപ്പൊ അത് RX എന്ന് പറയുന്ന ഷോർട്ട് ഫോമിലേക്ക് വന്നപ്പോ ഇറ്റ് മീൻസ് അതിന്റെ കൊണ്ട് അർത്ഥാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ടു ടേക്ക് ദ മെഡിസിൻ, മെഡിസിൻ എടുക്കൂ എന്നാണ് അതിന്റെ മീനിങ്. ഈ RX എന്ന് പറയുന്നത് ചുരുക്കിയെടുത്തതാ. എന്തിൽ നിന്ന് ചുരുക്കിയെടുത്തതാ? റിസൈറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് അതിന്റെ മീനിങ് ആയിട്ടുള്ള ടു ടേക്ക്. റിസൈറ്റിന്റെ മീനിങ് ആണ് ടു ടേക്ക്, എടുക്കൂ. അപ്പൊ അത് RX എന്ന് പറയുന്ന ആ ഒരു സിംബൽ ഉണ്ടാക്കാൻ വേണ്ടി മെഡിക്കൽ ടെർമിനോളജിയിൽ ഒരുപാട് അബ്രിവിയേഷൻസും സിംബൽസും ഒക്കെ ഉണ്ട്. ടെർമിനോളജി അതിൽ കുറെയൊക്കെ നമ്മൾ അവിടെ കണ്ടു. മറ്റേ HAയുടെ ആ ഒരു എന്താ പറയാ മൊഡ്യൂളിനകത്ത് അല്ലെ, മെഡിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അപ്പൊ അതിൽ നിന്ന് അവരെടുത്ത് അതൊരു സിംബോളിക് രൂപത്തിലാക്കി RX എന്ന് പറയുന്ന രൂപത്തിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിന്റെ മീനിങ്, RXന്റെ മീനിങ് ആണ് മെഡിസിൻ, മെഡിസിൻ എടുക്കൂ, ദിസ് മെഡിസിൻ, ഈ മെഡിസിൻ കഴിക്കൂ എന്നുള്ള അർത്ഥം വരുന്നത്. അതിനാണ് RX എന്ന് എഴുതിയിട്ട് മറ്റേ ഡോക്ടേഴ്സ് അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ആ ഷീറ്റ് എടുത്ത് നോക്കിയാൽ, ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാം ഇങ്ങനെ RX എഴുതിയിട്ടായിരിക്കും ഇങ്ങനെ നമ്പർ 1, 2, 3. ചില ഡോക്ടേഴ്സ് നമ്പർ ചെയ്ത്, ചില ഡോക്ടേഴ്സ് ബുള്ളറ്റ് ചെയ്തും ഇവയുടെ മെഡിസിൻസ് ഇത്ര തവണ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്
പ്രിസ്ക്രൈബ് ചെയ്യും. മനസ്സിലായോ? അത് അതിന്റെ ഹെഡിങ്ങില് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ ഹെഡിങ്ങിലായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അതാണ് RX എന്ന് പറയുന്നതിന്റെ ഒരു നിർവചനം നമുക്ക് പറയാൻ സാധിക്കുക. ക്ലിയർ? RX എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു മീനിങ് അവിടെ എഴുതി വെച്ചോ. RXന്റെ മീനിങ് എഴുതി വെച്ചോ. ടു ടേക്ക് ദിസ് മെഡിസിൻ. കേട്ടോ? ടു ടേക്ക് ദിസ് മെഡിസിൻ. റിസൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടു ടേക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അത് RXലേക്ക് ചുരുക്കി രൂപീകരിച്ച് ഡോക്ടേഴ്സ് അതിന് എന്ത് മീനിങ് വരുന്ന രീതിയിൽ ടു ടേക്ക് ദിസ് മെഡിസിൻ എന്ന രീതിയിൽ ഉപയോഗിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? RX എന്ന് എഴുതിയിട്ട് അവിടെ അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോ. ടു ടേക്ക് ദിസ് മെഡിസിൻ. ഈ മരുന്ന് കഴിക്കൂ. അതെ അതെ, ടു ടേക്ക് ദിസ് മെഡിസിൻ. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് ആണ് കേട്ടോ. കുറെ ഡ്രഗ്സിന്റെ പല സ്കെഡ്യൂൾസ് ആയിട്ട് കുറെ ടൈപ്പുകളുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറെ സ്കെഡ്യൂൾസ് ആണ്, എല്ലാ അക്ഷരങ്ങളും ഉണ്ട് ആൽഫബറ്റ്സിലെ. ആ ഓരോ അക്ഷരങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് മെഡിസിൻസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സ്കെഡ്യൂൾ ആയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യാസമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻസ് വ്യത്യസ്തമായിട്ടുള്ള സ്കെഡ്യൂൾസിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കും. അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറെ എന്താ പറയാ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അതിലേ അപ്പൊ ഇന്നത്തത് നന്നായിട്ടൊക്കെ വായിച്ചു നോക്കിക്കോളിട്ടാണ്. നന്നായി വായിച്ചു നോക്കണേ. നമ്മള് അടുത്ത ആഴ്ചയെ കാണുള്ളൂ. സോ നന്നായി വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.